സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് സ്പോയിലേജ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ സ്പോയിലേജ് ഓഫ് സീരിയൽസ് ആൻഡ് സീരിയൽ പ്രോഡക്ട്സ്, അതിനകത്ത് ബ്രെഡ്, ഫ്ലോർ, സീരിയൽസ് തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പാസ്ത പോലത്തെയൊക്കെ സ്പോയിലേജ് പറഞ്ഞു. പിന്നെ വന്നത് ഷുഗറിൻ്റെ സ്പോയിലേജ് ആണ്, ഷുഗർ ആൻഡ് ഷുഗറി പ്രോഡക്ട്സ്. അപ്പോൾ അതിനകത്ത് ഷുഗർ കേൻ, അതിലൊക്കെ ബീറ്റ് ഷുഗർ, പിന്നെ മൊളാസസ്, അതുപോലെ തന്നെ ഹണി, മേപ്പിൾ സിറപ്പ്, ഇങ്ങനെ ക്യാൻഡീസ്, അങ്ങനത്തെ ഷുഗറി പ്രോഡക്ട്സിൻ്റെയൊക്കെ സ്പോയിലേജ് പറഞ്ഞു. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച്, അതായത് നമ്മുടെ മൊത്തത്തിലുള്ള സ്പോയിലേജ് എന്നുള്ള ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് PYQ. നമുക്കതൊന്ന് നോക്കിയിട്ട് നമുക്ക് സ്പോയിലേജ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പം ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ PYQ, മോൾഡ് ഗ്രോൺ ഇൻ ബ്രെഡ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ യൂസിങ് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ സ്പോയിലേജ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, നമ്മൾ സീരിയൽസിൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പം സീരിയൽസിൻ്റെ അകത്ത് നമ്മൾ ബ്രെഡിൻ്റെ സ്പോയിലേജിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ആ ഒരു സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ആഡ് ചെയ്യാമെന്ന് നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളൊരു PYQ ആണ് നമ്മൾ ഇത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് മോൾഡ് ഗ്രോൺ ഇൻ ബ്രെഡ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ യൂസിങ് ദ ഫോളോയിങ്, അതായത് നമ്മുടെ ബ്രെഡിലുള്ള മോൾഡിൻ്റെ ഗ്രോത്തിനെ നമുക്ക് താഴെ പറയുന്നതിൽ ഏത് ഉപയോഗിച്ചിട്ട് പ്രിവെൻറ്റ് ചെയ്യാം. ഇതായിരുന്നു PYQ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പൊട്ടാസ്യം ക്ലോറൈഡ്, അസ്കോർബേറ്റ്, പ്രൊപ്യോണേറ്റ്, ബാർബിച്യൂറേറ്റ്. ഓക്കെ, ഇവിടുത്തെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ C ആണ്, പ്രൊപ്യോണേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പ്രൊപ്യോണേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലായിട്ടും കാൽഷ്യം പ്രൊപ്യോണേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ മോൾഡിൻ്റെ ഗ്രോത്ത് ഇൻ ബ്രെഡ് അത് പ്രിവെൻറ്റ് ചെയ്യാണ്ട് നമുക്ക് വേറെ സാധനങ്ങളുണ്ട്. അതായത് നമുക്ക് സോർബിക് ആസിഡ്, ഓക്കെ, സോർബിക് ആസിഡ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റമിൻ C എന്നൊക്കെ പറയത്തില്ലേ, അത് നമുക്ക് യൂസ് ചെയ്യാം. അസറ്റിക് ആസിഡ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു മോൾഡിൻ്റെ, അതായത് ബ്രെഡിലുള്ള മോൾഡിൻ്റെ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ മോൾഡ് ഗ്രോൺ ഇൻ ബ്രെഡ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ യൂസിങ് ദ ഫോളോയിങ് എന്നുള്ളതിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ പ്രൊപ്യോണേറ്റ് ആണ്. പ്രൊപ്യോണേറ്റിൽ പ്രധാനമായിട്ട് ഈ കാൽഷ്യം പ്രൊപ്യോണേറ്റ് ഒക്കെയാണ്. പ്രൊപ്യോണിക് ആസിഡിൻ്റെ സോൾട്ട് എന്ന രീതിയിലാണ് പ്രൊപ്യോണേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം കാൽഷ്യം പ്രൊപ്യോണേറ്റ്സ് ഒക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ C ആണ്, പ്രൊപ്യോണേറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അത് വന്നിട്ട് ബാക്ടീരിയ വിച്ച് ക്യാൻ സർവൈവ് അണ്ടർ റെഫ്രിജറേഷൻ ആർ നോൺ ആസ്. ഓപ്ഷൻ A മീസോഫിലിക്, ഓപ്ഷൻ B പ്രോട്ടിയോഫിലിക്, ഓപ്ഷൻ C സൈഗ്രോഫിലിക്, ഓപ്ഷൻ D തെർമോഡ്യൂറിക്. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, ബാക്ടീരിയ വിച്ച് ക്യാൻ സർവൈവ് അണ്ടർ റെഫ്രിജറേഷൻ ആർ നോൺ ആസ്. ഇത് ഒരു PYQ ആയിരുന്നു. ഓപ്ഷൻ നോക്കാം. മീസോഫിലിക് ഉണ്ട്, പ്രോട്ടിയോഫിലിക് ഉണ്ട്, സൈഗ്രോഫിലിക് ഉണ്ട്, തെർമോഡ്യൂറിക് ഉണ്ട്. ഓക്കെ, അപ്പോൾ റെഫ്രിജറേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അപ്പോൾ ആ ലോ ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നിട്ട് മീസോഫിലിക് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആ ഒരു നോർമൽ ടെമ്പറേച്ചർ റേഞ്ച് ഉണ്ട്, അതായത് 29 ഡിഗ്രി സെൽഷ്യസ് തുടങ്ങി ഒരു 45 ആ ഒരു 50 റേഞ്ചിലേക്കൊക്കെ പോകുന്നത്. ആ ഒരു നോർമൽ ടെമ്പറേച്ചറിൽ ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് സ്പീഷീസിന് ആ ഒരു ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഈ മീസോഫിലിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ റെഫ്രിജറേഷൻ ടെമ്പറേച്ചർ ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ വരുമോ? ഇല്ല. രണ്ടാമത് പറഞ്ഞാൽ പ്രോട്ടിയോഫിലിക് ആണ്. പ്രോട്ടിയോഫിലിക് എന്ന് പറയുന്ന അങ്ങനെ ടൈപ്പ് ഓഫ് ഇതില്ല. അടുത്തത് വന്നിട്ട് സൈഗ്രോഫിലിക് ആണ്. സൈഗ്രോഫിലിക് എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ ആണ്. അതായത് പ്രത്യേകിച്ചും ഈ പറയുന്ന കണക്ക് ഒരു -20 ഡിഗ്രി സെൽഷ്യസ് മുതൽ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ വരുന്ന ഒരു ലോ ടെമ്പറേച്ചർ റേഞ്ചിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയ. ഓക്കെ, അപ്പം സൈഗ്രോഫിലിക് എന്ന് വെച്ചാൽ അതാണ്. നാലാമത് തെർമോഡ്യൂറിക് ആണ്. ഓക്കെ, തെർമോഡ്യൂറിക് എന്ന് വെച്ചാൽ നമ്മുടെ ഈ പാസ്ചറൈസേഷനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയസ് ആണ് തെർമോഡ്യൂറിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ ആൻസർ വന്നിട്ട് ഏതായിരിക്കും? സൈഗ്രോഫിലിക് ബാക്ടീരിയ ആണ്. ഓക്കെ, അതായത് റെഫ്രിജറേഷനേക്കാളും അതിലും താഴെ വരുന്ന ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് സൈഗ്രോഫിലിക് ബാക്ടീരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള PYQs. പിന്നീട് നമ്മൾ മിൽക്കിൻ്റെ ഒക്കെ പ്രോഡക്ട്സിൻ്റെ ഒക്കെ സ്പോയിലേജ് വരുമ്പോൾ അവിടെ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ആ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് സ്പോയിലേജ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് സ്പോയിലേജ് ഏതൊക്കെ രീതിയിൽ വരാം, അല്ലെങ്കിൽ കണ്ടാമിനേഷൻ ഏതൊക്കെ രീതിയിൽ വരാം, എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്പോയിലേജ് ആണ്, ഈ സ്പോയിലേജിനെ നമുക്ക് എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഈ തരം സ്പോയിലേജ് ഉണ്ടാകുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്പോയിലേജ്, ഡയറക്റ്റ് സ്പോയിലേജ് ആൻഡ്
ആ സ്പോയിലേജിന് കാരണമാകത്തുള്ള ഓർഗാനിസവും ഇത് മാത്രമല്ല ആ ഒരു സ്പോയിലേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഒന്ന് നോക്കാം. ആദ്യം പറയുന്നത് എന്താണ്, അതായത് ഇറ്റ് ഹാസ് ബീൻ എസ്റ്റിമേറ്റഡ് ദാറ്റ് 1/4 ഓഫ് ഓൾ പ്രൊഡ്യൂസ് ഹാർവെസ്റ്റഡ്, അതായത് നമ്മുടെ ടോട്ടൽ ഈ പറഞ്ഞൊക്കെ കൃഷി ചെയ്യുന്നത്, അപ്പോൾ അത് ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും അതിൽ 1/4 എന്താണ് പറഞ്ഞൊക്കെ നമ്മുടെ കൺസംഷന് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഒരു 1/4 നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സ്പോയിലേജ് ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് യൂഷ്വലി ഒക്കറിങ് ഡ്യൂറിങ് സ്റ്റോറേജ്. ഏതൊക്കെ സമയത്ത് ഇതിൻ്റെ ഒരു സ്പോയിലേജ് ഉണ്ടാകാം? ഒന്ന്, ഇത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് സ്പോയിലേജ് ഉണ്ടാവാം. രണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെ അതിനകത്ത് ഈ പറഞ്ഞൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചതവും മൂവ്മെൻറ്റും ടെമ്പറേച്ചർ വേരിയേഷൻസും ഒക്കെ കാരണം അതിനകത്ത് സ്പോയിലേജ് വരാം. പിന്നെ പറയുന്നത് എന്താണ്, വെയിറ്റിംഗ് ടു ബി പ്രോസസ്ഡ്. ഇതിന് എന്തെങ്കിലും ഒരു എന്താണ് ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റാനായിട്ട് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള ആ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇതിനകത്ത് സ്പോയിലേജ് വരാം. ഓക്കെ, അത് മാത്രമല്ല അൺലൈക്ക് മെനി അതർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ പിക്കിംഗ് ആൻഡ് ബിഫോർ പ്രോസസ്സിങ് ആർ അലൈവ് ഫോർ ആൻ എക്സ്റ്റെൻഡഡ് ടൈം, അല്ലേ? അപ്പം ഇവിടെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മറ്റ് ഫുഡ്സിൻ്റെ പോലല്ല ഈ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും അതിൻ്റെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊരു അലൈവ് പീരീഡ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് സമയം, അല്ലെ? നമ്മൾ പെരിഷബിൾ ഫുഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പെരിഷബിൾ, സെമി പെരിഷബിൾ, നോൺ പെരിഷബിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അതിൽ പെരിഷബിൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഈ പറയുന്ന നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ. ഓക്കെ, നമ്മുടെ ഒരു സെമി പെരിഷബിൾ കാറ്റഗറിയിൽ വരുന്നതാണ് ഈവൻ പൊട്ടറ്റോ പോലത്തെയൊക്കെ. പക്ഷേ ഇത് മോസ്റ്റ്ലി എന്താണ്, ഇതെല്ലാം ഒരു പെരിഷബിൾ കാറ്റഗറി വരുന്നത്. അതായത് ഇത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനൊരു കുറച്ച് ടൈം പീരീഡ് ഇതെന്താണ് അലൈവായിട്ടിരിക്കും. പക്ഷെ പിന്നീട് ഇതിനകത്ത് പല കാരണങ്ങൾ കൊണ്ട് ഇത് സ്പോയിലേജ് സംഭവിച്ച് പോകാം. ഓക്കെ, ഇനി ഇത് റിസൾട്ടിങ് റെസ്പിറേഷൻ ഓഫ് ദീസ് പ്രോഡക്ട്സ് ആൻഡ് ദ നോർമൽ റൈപ്പനിങ് പ്രോസസ്, അല്ലെ? നമുക്കറിയാം ഈ ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വെജിറ്റബിൾ അല്ലെങ്കിൽ ഒരു ക്രോപ്പ് നമ്മളത് ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷവും അതിനകത്ത് റെസ്പിറേറ്ററി ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതുപോലെ അതിനകത്തുള്ള എൻസൈംസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അതിനകത്ത് റൈപ്പനിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതെല്ലാം കാരണം, അത് മാത്രമല്ല ഇതിനോടൊപ്പം മൈക്രോബിയൽ ഓർഗാനിസത്തിൻ്റെ അറ്റാക്കും കൂടി വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, അത് നമ്മുടെ ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ സ്പോയിലേജിന് കാരണമായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ കണ്ടാമിനേഷനാണ്. അതായത് ഈ പറയുന്ന ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് സ്പോയിൽഡ് ആവാനായിട്ട് ഉള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടാമിനേഷന് കാരണമായിട്ടുള്ള കാരണങ്ങൾ അത് എവിടെ നിന്നൊക്കെ വരുന്നു. ഓക്കെ, അപ്പം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ ഹൈലി സസെപ്റ്റബിൾ ടു മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ഹാർവെസ്റ്റ്, അല്ലേ? നമ്മളത് വിളവെടുക്കുന്ന ടൈമിലും അതിന് ശേഷവും ഇതിന് പറഞ്ഞുണക്ക് ഇതിനകത്ത് മൈക്രോബിയൽ കണ്ടാമിനേഷൻ വരാം, അല്ലേ? നമ്മളിപ്പോൾ ഇത് വിളവെടുക്കുന്ന എവിടെ നിന്നാണ്? മണ്ണിൽ നിന്നാണ്. ആ മണ്ണിനോട് ചേർന്നിട്ട് വാട്ടർ സോഴ്സസ് ഉണ്ടായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ അത് ക്രോപ്പ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തുള്ള എയറിനകത്ത് എന്താണ് പൊല്യൂഷൻ അല്ലെങ്കിൽ കണ്ടാമിനേഷന് കാരണമായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരിക്കാം. ഓക്കെ, അതിപ്പോൾ എന്ത് വേണേലും ആകാം, മൈക്രോ ഓർഗാനിസംസ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെവി മെറ്റൽസ് ആകാം, അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സിൻ്റെ റെസിഡ്യൂസ് ആകാം. ഇതെല്ലാം കണ്ടാമിനേഷനാണ്. ഓക്കെ, അപ്പം കണ്ടാമിനേഷൻ ക്യാൻ ഒക്കർ ഫ്രം അൺക്ലീൻ കണ്ടെയ്നേഴ്സ്. നമ്മളത് കളക്ട് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് വൃത്തിയില്ലാത്തതാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് ഇതിനകത്ത് എന്തെങ്കിലും മെക്കാനിക്കൽ ഡാമേജ്, അല്ലെ? ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പം നമ്മുടെ ഇവിടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വലിയ ലോറിക്കകത്തൊക്കെ ഈ പറഞ്ഞോടൊക്കെ ഇങ്ങനെ കൊണ്ടുവരും പച്ചക്കറികളും അതും ഇതൊക്കെ ഇങ്ങനെ അവർ മറ്റേ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റേ എന്താ പറഞ്ഞ ഈ മറ്റേ നെറ്റ് പോലത്തെ ആ സാക്ക്, അല്ലെ? അല്ലെങ്കിൽ ആ ചാക്കിനകത്താണ് ഇവരിത് കെട്ടി വെച്ചിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും ഈ വണ്ടിയൊക്കെ ഇങ്ങനെ സ്പീഡിൽ പോകുന്ന സമയത്ത് എന്താണ്, അതിനകത്ത് നിന്ന് 1-2 സാധനങ്ങളൊക്കെ ഉരുണ്ട് താഴേക്ക് വീഴുന്ന സമയത്ത് ഇവർ ചിലപ്പം കാണുവാണെങ്കിൽ ഒരു വണ്ടി നിർത്തി അത് എടുക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അത് അവരടിട്ടിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇത് എടുത്തു വെച്ചാൽ പോലും എന്താണ്, അത്രയും ഹൈറ്റിൽ നിന്ന് വീണത് കൊണ്ട് അതിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വന്ന് ഹിറ്റ് ചെയ്ത സമയത്ത് ആ ഒരു ഭാഗത്തുണ്ടായിരുന്ന അത്രയും വെജിറ്റബിൾസ് എന്ത് ചെയ്യുന്ന അതിന് ബ്രോക്കൺ ആവുകയും അതുവഴി അത് ഡാമേജ് ആവുകയും അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആവുകയൊക്കെ ചെയ്യാം. പിന്നെ എക്സ്പോഷർ ടു സ്പോയിലേജ് ഓർഗാനിസം, അല്ലെ? അങ്ങനെ സ്പോയിലേജ് ഓർഗാനിസത്തിനോട് എക്സ്പോസ്ഡ് ആവാം. ഓക്കെ, അടുത്തത് വൈൽ പ്രീ കൂളിംഗ് ആൻഡ് റെഫ്രിജറേഷൻ ക്യാൻ സ്ലോ മൈക്രോബിയൽ ഗ്രോത്ത്. എന്താണ് പ്രീ കൂളിംഗ് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ഫുഡ്, നമ്മുടെ അഗ്രികൾച്ചറൽ പ്രോസസ്സിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള, അഗ്രികൾച്ചറൽ പ്രാക്ടീസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ടേമാണ് നമ്മുടെ ഈ പ്രീ കൂളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പ്രീ കൂളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സിനെ
ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഫീൽഡ് ഹീറ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് ഇത് ആ ഒരു ടെമ്പറേച്ചറിൽ നിൽക്കുന്ന സാധനമാണ്. അപ്പം ഇതിനൊരു ഫീൽഡ് ഹീറ്റ് ഉണ്ട്. ആ ഒരു ഫീൽഡ് ഹീറ്റിനെ കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഒന്ന് ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ എയർ സർക്കുലേഷൻ ഉള്ള ഒരു റൂമിൽ അതിനെ നിരത്തിയിട്ടിട്ടോ ഒക്കെ അതിനെ ഒന്ന് കൂള് ചെയ്യുന്നുണ്ട്. അതിനാന്ന് വെച്ചാൽ ആ ഒരു ഫീൽഡ് ഹീറ്റ് കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒന്ന് ഇതിനകത്ത് റെസ്പിറേറ്ററി ആക്ടിവിറ്റീസ് കൂടും, രണ്ട് ഇതിനകത്ത് ടെമ്പറേച്ചർ കൂടുതലാണ്, എൻസൈമാറ്റിക് ആക്ടിവേഷൻ വരാം, മൂന്നാമത് മൈക്രോബിയൽ അത്രയും ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് മൈക്രോബിയൽ ആക്ടിവിറ്റിയും കൂടാം. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡ് ഹീറ്റ് പ്രധാനമായിട്ട് കുറയ്ക്കാൻ നമ്മൾ പ്രീ കൂളിംഗ് ചെയ്യും. പ്രീ കൂളിംഗ് പല രീതിയിൽ ചെയ്യാം. നമുക്കതിനെ വാട്ടർ സ്പ്രേസ് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ പ്രീ കൂളിംഗ് ചെയ്യാം. അല്ലെങ്കിൽ കോൾഡ് എയർ ഉള്ള റൂമിൽ നമുക്ക് അത് സർക്കുലേറ്റ് ചെയ്യുന്ന റൂമിലേക്ക് നമുക്ക് ഇതിനെ വെച്ചിട്ട് പ്രീ കൂളിംഗ് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നോർമൽ റൂമിൽ നമുക്ക് അതിനെ സ്പ്രെഡ് ചെയ്തിട്ട് പ്രീ കൂളിംഗ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ പ്രീ കൂളിംഗ് ചെയ്യാം. അതായത് ആ ഒരു ഫീൽഡ് ഹീറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ എയിം ചെയ്യുന്നത്. അപ്പം ഈ പ്രീ കൂളിംഗ് വഴി അല്ലെങ്കിൽ റെഫ്രിജറേഷൻ വഴി എന്താണ് നമുക്ക് മൈക്രോബിയൽ ഗ്രോത്തിനെയൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. കാരണം ടെമ്പറേച്ചർ നമ്മളൊന്ന് കുറച്ച് കൊണ്ടുവരികയാണ്. അതുപോലെയൊക്കെ വാഷിംഗ് മെത്തേഡ്സ്, അതായത് സ്പെഷ്യലി സോക്കിംഗ് ആൻഡ് അജിറ്റേഷൻ മേ സ്പ്രെഡ് കണ്ടാമിനേഷൻ. ഇപ്പോൾ നമ്മൾ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വാഷ് വാട്ടറിനകത്തുനിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് മറ്റ് കണ്ടെയ്നേഴ്സിൽ നിന്നോ ഒക്കെ അതിനകത്തുനിന്ന് കണ്ടാമിനേഷൻ വരാം. അൺലെസ് ജെർമിസൈഡിലോ ഡിറ്റർജൻറ്റ് സൊല്യൂഷൻസ് ആർ യൂസ്ഡ്. അല്ലെങ്കിൽ എന്ത് വേണം, നമ്മളിതിനെ ക്ലീൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രീ കൂളിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡിറ്റർജൻറ്റ് സൊല്യൂഷൻസോ അല്ലെങ്കിൽ ജെർമിസൈഡൽ സൊല്യൂഷൻസോ യൂസ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെള്ളത്തിൽ നിന്നോ അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സിൽ നിന്നോ ഒക്കെ ഇതിനകത്തേക്ക് വീണ്ടും കണ്ടാമിനേഷൻ. അപ്പോൾ ഇത് കണ്ടാമിനേഷൻ ഏതൊക്കെ രീതിയിൽ വരും എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സോർട്ടിങ് ആൻഡ് ട്രിമ്മിങ് ക്യാൻ റിമൂവ് സ്പോയിൽഡ് പാർട്സ്. എന്താണ് സോർട്ടിങ്ങും ട്രിമ്മിങ്ങും എന്ന് പറഞ്ഞാൽ? സോർട്ടിംഗ് എന്ന് വെച്ചാൽ ഇതിനെ തരംതിരിക്കുകയാണ്. തരംതിരിക്കുക എന്ന് വെച്ചാൽ ഇപ്പം അതിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട് നമ്മൾ തരംതിരിക്കുന്നതിനാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ടേമാണ് ഗ്രേഡിംഗ് എന്ന് പറയും. ഗ്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ ആ ഒരു നമ്മുടെ ഇതിനകത്ത് തന്നെ വേറൊരു മൊഡ്യൂൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൊഡ്യൂളിനകത്ത് ഫുഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളിനകത്ത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ സോർട്ടിങ്, ഗ്രേഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഇതിനകത്ത് ഈ ഗ്രേഡിങ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വാളിറ്റി അനുസരിച്ച് ഗ്രേഡ് ചെയ്യും. അതായത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് ഇപ്പം നമ്മുടെ ഈ അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ കശുവണ്ടിയൊക്കെ വാങ്ങുന്ന സമയത്ത് ഇപ്പം എന്താ പറയുന്നത് 360 അല്ലെങ്കിൽ 640 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. അതായത് അതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 360 എന്ന് പറയുന്നത് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോഗ്രാം നമ്മൾ കശുവണ്ടി അല്ലെങ്കിൽ നമ്മുടെ കാഷ്യൂനട്ട് മേടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അത്രയും നമ്പർ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അതായത് അത്രയും വലിപ്പവും വെയിറ്റും ഉള്ള നട്ട്സ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, 640 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ക്വാളിറ്റി കുറഞ്ഞു, 640 തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം അങ്ങനെ എന്താണ് അത് ക്വാളിറ്റി ബേസ് ചെയ്തിട്ടുള്ള സെപ്പറേഷൻ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അതിനെ ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ സോർട്ടിങ്ങും ഗ്രേഡിങ്ങും അതിലൊക്കെ തന്നെ ട്രിമ്മിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇപ്പം ഈ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ പ്രത്യേകിച്ച് മെഷീൻസ് അല്ലെങ്കിൽ മാനുവലിയൊക്കെ നമ്മളിത് കൊണ്ടുവരുന്ന സമയത്ത് ഇതിനകത്ത് അതിൻ്റെ തണ്ടും ലീഫും അല്ലെങ്കിൽ ഡീക്കേഡ് ആയിട്ടുള്ള പാർട്സ് അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള പാർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്റ്റ് ബൈറ്റ് ചെയ്ത പാർട്ട് അല്ലെങ്കിൽ രോഗങ്ങൾ വന്നിട്ടുള്ള ഭാഗങ്ങൾ ഇതൊക്കെ കാണും. അപ്പോൾ ഇതിനെയൊക്കെ മാറ്റി അതിനൊന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് സ്പോയിൽഡ് ആയിട്ടുള്ളതിനെയൊക്കെ ഒഴിവാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ വീണ്ടും ഇതിനെ ഫർദർ രീതിയിൽ ഹാൻഡിൽ ചെയ്യുകയാണ് അല്ലേ. നമ്മൾ പിന്നീട് അതിനെ വാഷ് ചെയ്യുന്നുണ്ട്, പിന്നീട് നമ്മളതിനെ സൈസ് റിഡക്ഷൻ അങ്ങനത്തെ ഓരോ പ്രോസസ്സിലേക്കൊക്കെ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വെച്ചിട്ട് ഇത് സ്പോയിലേജ് സംഭവിക്കും, ഡീക്കേയിങ്ങിലേക്ക് പോവുകയും ചെയ്യാം. ഓക്കെ, അടുത്തത് അറ്റ് റീറ്റെയിൽ മാർക്കറ്റ് ഫർദർ കണ്ടാമിനേഷൻ ക്യാൻ ഹാപ്പൻ വയ സ്റ്റോറേജ് അല്ലേ. ഇനി നമ്മൾ ഈ പറഞ്ഞോണൊക്കെ ഇതൊക്കെ ലാർജ് സ്കെയിലിൽ നടക്കുന്ന ഓപ്പറേഷനാണ്. ഈ പറഞ്ഞ ക്ലീനിങ് ആയാലും നമ്മൾ പ്രീ കൂളിംഗ് ആയാലും ട്രിമ്മിങ് ആയാലും അല്ലെങ്കിൽ സോർട്ടിങ് ഗ്രേഡിംഗ് ഒക്കെ ആയാലും ഇത് പിന്നീട് മാർക്കറ്റിലേക്ക് വരുമ്പം അവിടെ വീണ്ടും കണ്ടാമിനേഷനുള്ള ചാൻസ് ആണ്. കാര്യം ഇത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് കണ്ടാമിനേഷൻ വരാം, അല്ലെങ്കിൽ അത് നമ്മൾ ഇംപ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടാമിനേഷൻ വരാം, അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞോണക്ക് അതിനകത്ത് നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുക മോയ്സ്ചറൊക്കെ സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ ഐസൊക്കെ സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അതൊക്കെ മോയ്സ്ചറിൻ്റെ പ്രസൻസ് കാരണം ഇതിനകത്ത് മൈക്രോബിയൽ ആക്ടിവിറ്റി വന്നിട്ട് സ്പോയിലേജ് സംഭവിക്കും. അപ്പം വീണ്ടും അവിടെയും കണ്ടാമിനേഷൻ ഉള്ള ഒരു സാധ്യത ഉണ്ടാവുകയാണ്. ഓക്കെ, പിന്നെ പറയുന്നത് ഇൻ പ്രോസസ്സിംഗ് പ്ലാന്റ്സ് കണ്ടാമിനേഷൻ റിസ്ക് ആർ ഹയർ. അതായത് ഇനി ഇത് പ്രോസസ്സ് ചെയ്യാനായിട്ട് വരികയാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ റോ മെറ്റീരിയലായിട്ട് ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെ വീണ്ടും കണ്ടാമിനേഷനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം എക്യുപ്മെൻറ്റ് ആൻഡ് ഹാൻഡ്ലിംഗ് സ്റ്റെപ്സ് ലൈക്ക് പീലിംഗ് അല്ലേ, നമ്മൾ അതിൻ്റെ തൊലി ഉരിയുന്നു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും നേരവും ആ ഒരു പ്രോഡക്റ്റിന് ഒരു ഔട്ടർ കവറിങ് ഉണ്ടായിരുന്നു, ഒരു കോട്ട് ഉണ്ടായിരുന്നു,
പീലുണ്ടായിരുന്നു. അപ്പം അതകത്തേക്ക് മൈക്രോ ഓർഗാനിസംസ് എൻ്റർ ചെയ്യാതെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആയിട്ട് തന്നെ. അപ്പം നമ്മളിത് പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിനെ പീല് ചെയ്യുന്നു, അതിലൊക്കെ കട്ട് ചെയ്യുന്നു, മുറിക്കുന്നു, ആൻഡ് ബ്ലാഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ബ്ലാഞ്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് ബോയിലിംഗ് വാട്ടറിലേക്ക് നമ്മുടെ ഈ ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിളിനെ കട്ട് ചെയ്തതിനെ നമ്മൾ കുറച്ച് സമയത്തേക്ക് നമ്മളൊന്ന് ഹോൾഡ് ചെയ്യും. അതായത് കുക്ക് ചെയ്യുന്നില്ല, പകരം അതിനകത്തുള്ള എൻസൈംസിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലാഞ്ചിങ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലാഞ്ചിങ് പ്രോസസ്സിൽ അത് കുറച്ച് സമയം മാത്രം ആ ഒരു ബോയിലിംഗ് വാട്ടറിനകത്ത് നമ്മളത് ഹോൾഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഐസ് കോൾഡ് വാട്ടറിലേക്ക് മാറ്റുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ നമ്മളെടുത്ത് വെളിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക, അതിനകത്ത് ആ ഒരു കുക്കിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഒരു എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള എൻസൈമാറ്റിക് ആക്ടിവിറ്റീനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാഞ്ചിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്ലാഞ്ചിങ് എല്ലാം വഴി ബ്ലാഞ്ചിങ് കഴിയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഹൈ ടെമ്പറേച്ചറിൽ ഇത് കുറച്ച് സമയത്ത് ആകുമ്പോഴത്തേക്കും അതിനകത്തുള്ള മൈക്രോബിയൽ ലോഡ് കുറയും. പക്ഷേ വീണ്ടും നമ്മളതിനെ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് പല പല സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും അതിനകത്ത് റീകണ്ടാമിനേഷൻ വരും. ഓക്കെ, സോ ഇൻട്രൊഡ്യൂസ് ഓർ സ്പ്രെഡ് മൈക്രോ ഓർഗാനിസം ഇഫ് എക്യുപ്മെൻറ്റ് ഈസ് നോട്ട് ആഡിക്വറ്റ്ലി ക്ലീൻ ആൻഡ് സാനിറ്റൈസ്. അതുപോലെ മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു യൂസ് ചെയ്യുന്ന യൂട്ടൻസിൽസ് ഒക്കെ പ്രോപ്പർലി സാനിറ്റൈസ്ഡ് അല്ലെങ്കിൽ ക്ലീൻഡ് അല്ലെങ്കിൽ അതിനകത്തുനിന്ന് വീണ്ടും കണ്ടാമിനേഷൻ വരാം. ഇനി മോഡേൺ എക്യുപ്മെന്റ് വിത്ത് സ്മൂത്ത് നോൺ പോറസ് സർഫസസ് ഹെൽപ്പ് റെഡ്യൂസ് ദിസ് റിസ്ക് വൈൽ വുഡൻ ആൻഡ് ക്ലോസ് സർഫസ് ആർ ഡിഫിക്കൽട്ട് ടു സാനിറ്റൈസ്. അപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ മിക്കവാറും എക്യുപ്മെന്റ്സ് ഒക്കെ എന്താണ് കൂടുതലായിട്ടും ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണ്. അതായത് ഇങ്ങനെ പോറോസിറ്റി ഉള്ള റഫായിട്ടുള്ള നമ്മുടെ ഇപ്പം ക്ലോത്ത് പോലത്തെ അല്ലെങ്കിൽ വുഡൻ പോലത്തെ ഒന്നും അങ്ങനെ റഫായിട്ടുള്ള സർഫസ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റഫ് സർഫസിൽ ഇതിങ്ങനെ റബ്ബായിട്ട് അല്ലെങ്കിൽ ഫ്രിക്ഷൻ മൂലമുള്ള ഡാമേജ് ഉണ്ടാകത്തില്ല. അത് മാത്രമല്ല ഇത്തരം സർഫസുകൾ ക്ലീൻ ചെയ്യാനും എളുപ്പമായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ഈ സ്ലോട്ടറിങ്ങിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ മീറ്റൊക്കെ കട്ട് ചെയ്യുന്ന ഏരിയയിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഇത് ആ ഒരു കട്ട് ചെയ്യുന്ന ആ ഒരു ഏരിയയുടെ ചുറ്റിനും എന്താണ് ടൈൽസ് പോലത്തെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ക്ലീൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കും, നോൺ പോറസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഒക്കെ അങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള നോൺ പോറസ് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി കണ്ടാമിനൻസ് ക്യാൻ ബിൽഡ് അപ്പോൺ എക്യുപ്മെൻറ്റ് ഡ്യൂ ടു മൈക്രോബിയൽ ഗ്രോത്ത് ഇൻ ഫ്രൂട്ട് ഓർ വെജിറ്റബിൾ റെസിഡ്യൂസ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഈ എക്യുപ്മെൻറ്റ്സിനകത്ത് ഈ പറഞ്ഞൊക്കെ എന്തെങ്കിലും ഒരു അംശമൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അല്ലെ, ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ തന്നെയും ഇപ്പം നമ്മൾ ഒരു അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ ചില ജ്യൂസ് കടയിലൊക്കെ നിങ്ങൾ ചെന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, അങ്ങനെയുള്ള കടകളിൽ നിന്നും ജ്യൂസ് ഒന്നും വാങ്ങിച്ച് കുടിക്കരുത്. അതായത് ഇവർ ഈ അവരുടെ ആ ഒരു ജാറൊന്നും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യത്തില്ല. അപ്പം രാവിലെ മുതൽ ഇവർ അതിനകത്ത് ഈ ഉണ്ടാക്കുന്ന ജ്യൂസിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെയും അവശിഷ്ടങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഇരിക്കും. അപ്പോൾ ഇത് കുറേ സമയം കഴിയുന്തോറും അത് അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു, കൂടുതൽ എയറിനോട് എക്സ്പോസ്ഡ് ആയി മൈക്രോബിയൽ ഗ്രോത്തിന് കാരണമായി അതിങ്ങനെ എന്താണ് അതൊരു അൺഹൈജീനിക് ആയിട്ടുള്ളൊരു കണ്ടീഷനിലേക്ക് പോകണം. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മളും പോയിട്ട് വീണ്ടും ജ്യൂസ് മേടിച്ച് കഴിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ പറഞ്ഞൊക്കെ ഈ സ്പോയിലേജ് ഉണ്ടായിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കേണ്ടി വരും, നമുക്ക് അസുഖങ്ങൾ വരും. ഓക്കെ, അപ്പം അവിടെ എന്താണ് ആ എക്യുപ്മെൻറ്റിലുള്ള കണ്ടാമിനൻസ് ബിൽഡപ്പ് ചെയ്തിട്ടാണ് അവിടെ മൈക്രോബിയൽ ഗ്രോത്തിനെ ഫേവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഗ്രോത്ത് ഇൻ ഫ്രൂട്ട് ഓഫ് വെജിറ്റബിൾസ് എസ്പെഷ്യലി ആഫ്റ്റർ ബ്ലാഞ്ചിങ് വിച്ച് വീക്കൻസ് ബാക്ടീരിയ. അപ്പോൾ ബ്ലാഞ്ചിങ്ങിന് ശേഷം ബാക്ടീരിയയുടെ ആക്ടിവിറ്റി മൊത്തത്തിലൊന്ന് വീക്കൻ ചെയ്യുന്നുണ്ട് ആൻഡ് ലെങ്തൻസ് ദ ലാഗ് ഫേസ് ബട്ട് അലോയിങ് ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ഓർഗാനിസം ടു ട്രൈ. ഓക്കെ, പക്ഷേ അതിനുശേഷം അതുവരെ ഉള്ള ബ്ലാഞ്ചിങ്ങിൽ എന്താ സംഭവിക്കുന്നത്, അതുവരെ ഉണ്ടായിരുന്ന ഓർഗാനിസത്തിനെയൊക്കെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും. പക്ഷേ എന്ത് സംഭവിക്കും, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളതിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് പുതിയ പുതിയ ഓർഗാനിസംസ് അതിലേക്ക് വരാം. ഓക്കെ, ഇനി ഡിലേസ് ബിഫോർ പ്രിസർവേഷൻ. ഈ പറഞ്ഞൊക്കെ നമ്മളൊരു പ്രോസസ്സ് ചെയ്തിട്ട് നമ്മളൊരു ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിനെ നമ്മൾ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മളതിനെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളതിനെ ഡ്രൈ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ക്യാൻ ചെയ്യണം. അപ്പം നമ്മൾ ആ ഒരു പ്രിസർവേറ്റീവ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ താമസിക്കുന്നതോറും എന്ത് സംഭവിക്കും, അതിനകത്തുള്ള മൈക്രോബിയൽ കണ്ടന്റ് കൂടാനായിട്ട് കാരണമാവും, വിച്ച് മേ ലീഡ് ടു സ്പോയിലേജും. ഇനി ഫ്രൂട്ട് ജ്യൂസ് പ്രോസസ്സിങ്ങിൽ ഡീക്കേഡ് ഫ്രൂട്ട് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ് മൈക്രോബിയൽ ലോഡ് ഇൻക്ലൂഡിങ് കോളിഫോമിസ്. ഓക്കെ, അപ്പം ഈ ഫ്രൂട്ട് ജ്യൂസിലൊക്കെ പറയുമ്പോൾ എന്താണ്, ഡീക്കേഡ് ഫ്രൂട്ട്സ് ഒക്കെ പ്രത്യേകിച്ചും അതിനകത്ത് കേടായിട്ടുള്ള ഫ്രൂട്ട്സിനകത്ത് എന്തായാലും മൈക്രോബിയൽ കണ്ടന്റ് ഉണ്ടായിരിക്കും. അതുപോലെ അതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളതാണ് കോളിഫോംസ് പോലത്തെ ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്താണ്, അതും ഈ പറയുന്ന സ്പോയിലേജിന് കാരണം. നമ്മൾ പ്രത്യേകിച്ചും പറയും നമ്മുടെ ഈ മുന്തിരിങ്ങ പോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ മധുരം ഇട്ടിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ കേടായതാണെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പം അങ്ങനത്തെ ഈ മുന്തിരി ജ്യൂസ് അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസ് പോലത്തെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യും. പക്ഷേ ഈവൻ പൈനാപ്പിൾ പോലത്തെയൊക്കെ ആണെങ്കിൽ എന്താ കേടായ നമുക്ക് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വെച്ച് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ മുന്തിരിങ്ങ പോലത്തേനകത്തൊക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ടേസ്റ്റ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മുന്തിരിങ്ങ ജ്യൂസൊക്കെ നമുക്ക് അത്രയും വിശ്വാസമുള്ള ഷോപ്പുകളിൽ നിന്ന് മാത്രമേ കഴിക്കാവൂ എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്തത് വൈൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ലൈക്ക് ഫോർ ഗ്രേപ്സ്, അതായത് ഈ ഗ്രേപ്സിന് നമ്മൾ ഈ വിനിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രേപ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ വൈനൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഈ വൈൻ മേക്കിംഗ് പ്രോസസ്സിൽ ഈ ഗ്രേപ്സിനെ നമ്മൾ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ മാക്സിമം അതിൻ്റെ പഴുപ്പ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട്, അതിനകത്തുള്ള പിഗ്മെൻറ്റ്സിനെ കംപ്ലീറ്റ്ലി കിട്ടാണ്ട്, പിന്നെ അതിനകത്ത് ഈ ടാനിൻ പോലത്തെ ഓരോ ആൽക്കലോയിഡ് കണ്ടൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അതിന് നമ്മൾ തെർമോ വിനിഫിക്കേഷൻ എന്ന് പറയും. ഓക്കെ, അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിലൊക്കെ എന്താണ് റെഡ്യൂസ് കണ്ടാമിനേഷൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. എക്യുപ്മെൻറ്റ് യൂസ്ഡ് ഫോർ എക്സ്ട്രാക്ഷൻ ക്യാൻ റീഇൻട്രൊഡ്യൂസ് ഇറ്റ്. പക്ഷേ പിന്നീട് എന്ത് സംഭവിക്കാം, നമ്മളത് അത് സ്റ്റോർ ചെയ്ത് വെക്കും. ചിലപ്പോൾ നമ്മൾ ആ ഒരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റിന് ശേഷം ആ ഒരു പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്യാനായിട്ട് വെക്കുന്ന കണ്ടെയ്നർ ചിലപ്പോൾ എന്തെങ്കിലും മൈക്രോബിയൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ വീണ്ടും അതിനകത്തേക്ക് റീകണ്ടാമിനേഷൻ വരാം. ഓക്കെ, ഇനി the type of microorganisms depends on the food product being processed, and without regular cleaning, thermophilic spore formers can proliferate, particularly between runs or during idle period. അല്ലേ, അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ഈ ഏത് ടൈപ്പ് മൈക്രോ ഓർഗാനിസം ആണ് ഒരു ഫുഡിനകത്ത് ഗ്രോ ചെയ്യുന്നത്, എന്ത് ടൈപ്പ് ഓഫ് ഫുഡ് പ്രോഡക്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നതെന്നനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് റെഗുലർ ക്ലീനിങ് ഇല്ലെങ്കിൽ. ഓക്കെ, ഇനി ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ പോലും ചിലപ്പോൾ തെർമോഫിലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പോർ ഫോമിംഗ് ആയിട്ടുള്ള ബാക്ടീരിയാസിനൊക്കെ ഇതിനകത്ത് സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് പൂർ ക്ലീനിങ് ആൻഡ് സാനിറ്റേഷൻ. അല്ലെ, നമ്മൾ ഈ പറഞ്ഞൊക്കെ പ്രോസസ്സിങ്ങിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ ക്ലീനിങ് ഒക്കെ പ്രോപ്പറായിട്ട് നോക്കുന്നില്ലെങ്കിൽ, സാനിറ്റേഷൻ അല്ലെ ഹൈജീൻ ഒക്കെ പ്രോപ്പറായിട്ട് നോട്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ, കമ്പൈൻഡ് വിത്ത് ഫേവറബിൾ മോയ്സ്ചർ ആൻഡ് ടെമ്പറേച്ചർ, അതിൻ്റെ കൂടെ ഒരു അത്യാവശ്യം നല്ല മോയ്സ്ചർ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറും അതിന് വളരാൻ പറ്റുന്ന നമ്മുടെ മീസോഫിലിക് ആയിട്ടുള്ള ഒക്കെ ഒരു ടെമ്പറേച്ചറും കൂടിയൊക്കെ വരുവാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ മൈക്രോബിയൽ കണ്ടാമിനേഷന് കാരണമായിട്ട് മാറും. ഓക്കെ, ഈവൻ ആഡഡ് ഇൻഗ്രീഡിയൻസ് ലൈക്ക് ഷുഗർ ഓർ സ്റ്റാർച്ച് മേ ഇൻട്രൊഡ്യൂസ് സ്പോയിലേജ് ഓർഗാനിസം. ഈ പറഞ്ഞൊക്കെ നമ്മളവിടെ ആ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തെങ്കിലും സ്റ്റാർച്ചോ അല്ലെങ്കിൽ ഷുഗറോ ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിലൂടെ സ്പോയിലേജ് മൈക്രോ ഓർഗാനിസംസ് എൻ്റർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇത്രയാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.